കൊച്ചിയിൽ അമ്മയുടെ ഷോയുടെ റിഹേഴ്സൽ നടക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ആജ്ഞ, പ്രധാനപ്പെട്ട നടന്മാരടക്കം ഇത്തരം ലൈംഗിക അതിക്രമങ്ങൾക്ക് പിറകിലുണ്ട് എന്ന തരത്തിലുള്ള വിമർശനങ്ങളുള്ള റിപ്പോർട്ട്. സ്വാഭാവികമായിട്ടും അമ്മയുടെ ഷോ നടക്കുന്നു, പ്രമുഖ നടന്മാരടക്കം അവിടെയുണ്ട്. ഇതിനകത്ത് കൃത്യമായി ഉത്തരം പറയാനുള്ള ബാധ്യത അമ്മയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിന് പകരം പഠിച്ചിട്ട് പറയാം എന്ന തരത്തിലുള്ള മറുപടി, അല്ലെങ്കിൽ ഇത് വ്യക്തമായിട്ട് ആരെയും ഉന്നമിട്ടുകൊണ്ടുള്ളതല്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണോ അമ്മ ഭാരവാഹികളുടെ ഭാഗത്തു നിന്നുണ്ടായത്? അതെ പറഞ്ഞ, കാരണം ഇത്ര ദിവസമായി ഈ കഴിഞ്ഞ ജൂലൈ 24-ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കെ അതിനെതിരെ നിരവധി ഹർജികൾ വരുന്നു. സജിമോൻ പാറയിൽ ഹർജി നൽകുന്നു. അതിനുശേഷം ആ ഹർജി ഹൈക്കോടതി നിരുപാധികം തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് പിന്നീട് നടി രഞ്ജിനി ഇത് പുറത്തുവിടരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്തായാലും ഹർജി നൽകുന്നു. എന്തായാലും ഇതൊക്കെ തള്ളി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. 2017 ജൂലൈ 1-നാണ് നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷമാണ് സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന അരക്ഷിതാവസ്ഥയ്ക്കെതിരെ ഒരു അരക്ഷിതാവസ്ഥ ചോദ്യം ചെയ്യപ്പെടണമെന്ന് ആവശ്യപ്പെട്ട ഒരു കൂട്ടം സ്ത്രീകൾ രംഗത്തെത്തുന്നതും. ഇതേ തുടർന്നാണ് ഈ ജസ്റ്റിസ് ഹേമയുടെ അധ്യക്ഷതയിൽ ഹേമ കമ്മിറ്റിക്ക് രൂപം നൽകുന്നത്. നടി ശാരദയും മുൻ IAS ഉദ്യോഗസ്ഥയും ഉൾപ്പെടെയുള്ള ടീമായിരുന്നു ഇതിനകത്തുണ്ടായിരുന്നത്. പക്ഷെ ഇവർ പോലും പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇവർ പലരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു, പല പ്രശസ്തരുടെയും പേരുകൾ പറയുന്നു, അതല്ലെങ്കിൽ സിനിമയിൽ ആക്റ്റീവായി നിൽക്കുന്ന പലരുടെയും പേരുകൾ പറയുന്നു. ഈ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന സാഹചര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു എന്നുള്ള തരത്തിലേക്കും, മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടരുത് എന്നൊരു സാഹചര്യം വന്നപ്പോൾ തന്നെ ഇവർക്ക് തന്നെ ഇത് ടൈപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡാറ്റയാക്കാനോ സാഹചര്യമില്ലാത്തതിനാൽ പുറത്തു നിന്നുള്ള ആളെ വിശ്വസിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കമ്മിറ്റി നീങ്ങിയിരുന്നു. കാരണം പുറത്തു നിന്നുള്ള ഒരാൾ, ഈ കമ്മിറ്റി അംഗങ്ങളല്ലാതെ പുറത്തു നിന്നൊരാൾ ഇതിൽ ഇൻവോൾവ് ആയാൽ ഏതെങ്കിലും തരത്തിൽ ഈ രേഖകൾ ചോർന്നാലോ എന്നൊരു ആശങ്ക കൂടി അവർ ആ കാലഘട്ടത്തിൽ പങ്കുവെച്ചതാണ്. മാത്രമല്ല അതിനുശേഷമാണ് പിന്നീട് അവർ തന്നെയാണ് ഇതെല്ലാം ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തത് എന്നൊരു സാഹചര്യം കൂടി ഇതിന് മുന്നിലുണ്ട്. കാരണം അത്രയധികം ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ, സജിമോൻ പാറയുടെ ഹർജി തന്നെ നമുക്കറിയാം, ഇത് പുറത്തു വന്നാൽ ഒരു പക്ഷേ മൊഴി നൽകിയ ആളുകളുടെ ജീവന് തന്നെ ഹാനിയാകുന്ന തരത്തിലേക്ക് ഇത് മാറിയേക്കും എന്നൊരു സൂചകം കൂടി ആ ഹർജിയിലുണ്ടായിരുന്നു. ഹർജി മാത്രമല്ല, ഇപ്പോൾ പ്രശസ്തരായിട്ടുള്ള പല ആളുകളുടെയും സ്വകാര്യ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് റിപ്പോർട്ട് മാറും എന്നൊരു ആശങ്ക. ഇത്തരം ആശങ്ക ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഒരു സിനിമയിലും നടപ്പിലാക്കാൻ ഈ സിനിമാ താരങ്ങളോ അതല്ലെങ്കിൽ ഈ സംഘടനകളോ അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ പ്രൊഡ്യൂസർമാരോ ആരും തയ്യാറാകുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇപ്പൊ നമ്മൾ കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നു, ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പ്രശ്നങ്ങൾ പറയുന്നു, അവർ നേരിടുന്ന വിവേചനങ്ങൾ പറയുന്നു. ഇപ്പോഴും പല സമയത്തും രാവിലെ ജോലിക്ക് കയറിയാൽ പല സമയത്തും ടൈംലെസ് ആയിട്ട്, ടൈം ലിമിറ്റ് അൺലിമിറ്റഡ് ആയിട്ട് ജോലി ചെയ്യേണ്ടത് സാഹചര്യം എന്ന് മറ്റ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഇത്ര സമയം അല്ലെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന സമയം കൊടുക്കുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ അവസ്ഥ അതായിരുന്നില്ല. പലയിടത്തും ബാത്റൂമുകളില്ല, അതല്ലെങ്കിൽ സ്വകാര്യമായി വസ്ത്രം മാറാനുള്ള സാഹചര്യമില്ല. ഇത്തരം സാഹചര്യങ്ങൾ കൂടി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കാസ്റ്റിംഗ് കൗച്ച് വ്യക്തമാണ്. അതുപോലെ രാത്രിയിൽ, അത് സ്റ്റാർ ഹോട്ടലിലായാലും സാധാരണ ഹോട്ടലിലായാലും രാത്രിയിൽ നടിമാർ താമസിക്കുന്ന മുറിക്ക് മുന്നിൽ വാതിലിൽ മുട്ടുക, പലപ്പോഴും വാതിൽ പൊളിഞ്ഞു പോകുമോ എന്ന് ഭയപ്പാടുണ്ടാക്കുന്ന തരത്തിലേക്ക് ആ തട്ടൽ മാറുന്നു എന്നുള്ള തരത്തിലും പലരും മൊഴി നൽകിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യക്തമാണ്, കിടക്ക പങ്കിടാനാണ് അല്ലെങ്കിൽ തൊഴിൽ നേടണമെങ്കിൽ ശരീരം നൽകണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് സിനിമാ മേഖല മാറിയിരുന്നു, അധപ്പതിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഈ മൊഴികളിലൂടെ ഒക്കെ പുറത്തു വരുന്നത്. പക്ഷേ ഇതിനകത്ത് ഇത്ര കാലം എന്തുകൊണ്ടാണ്, പക്ഷെ ഇവിടെ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, സാധാരണ ഒരു മേഖലയിലാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരം ലൈംഗിക ചൂഷണത്തിന് സ്ത്രീകളെ, ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലാണെങ്കിൽ ഇത്തരം ലൈംഗിക ചൂഷണത്തിന് സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുന്ന ഒരാളെ ഒരുപക്ഷെ ആ മേലധികാരി അതല്ലെങ്കിൽ ആ തൊഴിലിന്റെ ഉടമകൾ അവരാരും വെച്ചു പൊറപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. മറ്റൊരു മേഖലയിൽ ഒരു പക്ഷേ ഇത്തരം ഒരു സാഹചര്യം അവർ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്. നമ്മളൊരു നടനോട് ചോദിച്ചപ്പോൾ നിങ്ങൾ മാധ്യമ മേഖലയിൽ ഈ പ്രശ്നങ്ങൾ നേരിടുന്നു, പക്ഷെ മാധ്യമ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ ഇത്രയും അധികം പോരാടിയിട്ടും WCC ഉൾപ്പെടെയുള്ള വനിതാ സംഘടന ഇത്ര അധികം ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടും പല നടിമാരും ഇതുമായി ബന്ധപ്പെട്ട് അമ്മ എന്ന താരസംഘടനയിൽ രാജിവെച്ചെന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും
ഇപ്പോഴും പറയുന്നത് ഇത് പ്രശ്നം പഠിക്കട്ടെ അല്ലെങ്കിൽ റിപ്പോർട്ട് പഠിക്കട്ടെ എന്നുള്ള ഒരു നിരീക്ഷണം അങ്ങേയറ്റം അപലപനീയമാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു പക്ഷേ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി ഹേമ കമ്മിറ്റി തന്നെ സർക്കാരിന് മുന്നിൽ ആദ്യഘട്ടത്തിൽ ഹേമ കമ്മിറ്റി തന്നെയാണ് ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. ഈ റിപ്പോർട്ട് അങ്ങേയറ്റം കോൺഫിഡൻഷ്യലായി സൂക്ഷിക്കണമെന്നും പിന്നീട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇത് ട്രൈബ്യൂണലാക്കി മാറ്റണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുകയുണ്ടായി. പക്ഷെ പിന്നീട് ഇങ്ങനെ റിപ്പോർട്ട് വരുമ്പോൾ പല ആളുകളും വിവരാവകാശ പ്രകാരം 5 വിവരാവകാശ രേഖകളാണ് ഇത് ആവശ്യപ്പെട്ട് റിപ്പോർട്ടിന്റെ കോപ്പി കിട്ടാൻ ആവശ്യപ്പെട്ട്. ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയുടെ പ്രതികരണമാണ് കണ്ടത്.